ശ്രീ രാജീവ് പള്ളിക്കോണം കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജീവ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ജല മാനേജ്മെന്റ് എന്നത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സംസ്ഥാനം, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ചുരുക്കം ചില ഇടങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കാലാവസ്ഥ അതുപോലെ പ്രയോജനപ്പെടുത്താം, നമ്മുടെ കാലവർഷത്തിൻ്റെ ജലത്തിൻ്റെ അളവ് അതുപോലെ ശേഖരിക്കാം. ഇത്തവണയാകട്ടെ കാലവർഷത്തിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയും പദ്ധതികൾ മാറ്റി രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അവിടെയാണല്ലോ ഈ നദികളിലെ മണ്ണ്, എക്കൽ, അതോടൊപ്പം തന്നെ മണൽ ഇവ നീക്കം ചെയ്യും, ഡാമുകളിലെ ചെളിയും മറ്റും നീക്കം ചെയ്യും. അതിലൂടെ വലിയൊരു പരിഹാരമാകും എന്ന് പറയുമ്പോൾ അതൊരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അപ്പോഴുണ്ടാകുന്ന ഒരു പുനർവിചിന്തനവും ചർച്ച ചെയ്യലും അതിൽ തുടർന്നു ഒരു ഗവൺമെന്റിന്റെ ഒരു ഒരു പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവും. ആ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനങ്ങളോ അല്ലെങ്കിൽ വലിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഈ നദികളെ സംരക്ഷിക്കുക, നദികളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഈ പരിസ്ഥിതിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. കാരണം കേരളത്തിന്റെ ഈ സവിശേഷമായ ഒരു ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ കേരളത്തിലെ ഇത്രയും നദികൾ, ഇതിന്റെ നീരോട്ടം, അതുമായി ബന്ധപ്പെട്ട നദീതടങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന മനുഷ്യരും ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും ഇതെല്ലാം. അപ്പോൾ നമ്മൾ എപ്പോഴും വികസനം എന്ന് പറയുന്ന നമ്മുടെ ഒരു വികസന സങ്കല്പം നഗരവൽകൃതമായിട്ടുള്ള വികസനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈ നിർമ്മിതികൾ, നദികളിൽ നടത്തുന്ന നിർമ്മിതികൾ അടക്കം, അല്ലെങ്കിൽ നദി ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിൽ നമ്മളുടെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു പ്രളയകാലം എന്നുള്ളത് മാറ്റി നിർത്തി നമ്മൾ നദിയുമായി നമ്മളുടെ ഇടപെടലുകൾ, നദിയോടുള്ള സമീപനം ഇതെല്ലാം മാറിപ്പോയി. അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ചിന്ത ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വെള്ളപ്പൊക്കത്തെ അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടാകുന്ന പ്രളയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതെല്ലാം തന്നെ പ്രകൃതിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം. കാരണം നമ്മുടെ ഈ ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മൺസൂണിന്റെ മാറ്റങ്ങൾ, ഈ ഇപ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ കർക്കിടക മാസത്തെ മഴ എന്ന് പറയുന്ന രീതിയിലെല്ലാം നിന്ന് മാറിയിട്ട് നമ്മൾ പ്രവചിക്കാത്ത, നമുക്ക് പറയാനാവാത്ത രീതിയിൽ പെട്ടെന്ന് മഴയുണ്ടാവുന്നു, ഈ മിന്നൽ പ്രളയം എന്ന തരത്തിലുള്ള പ്രളയങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ സൃഷ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പൊതുവെ ആഗോളതലത്തിലുണ്ടായിട്ടുള്ള പ്രകൃതിയോടുള്ള സമീപന രീതിയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. പക്ഷെ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം, എന്തൊക്കെ തരത്തിൽ നദിയെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന നദീനാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട. ഇപ്പൊ നദിയെ സംബന്ധിച്ച് നദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കലുകള്, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി മണൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. പക്ഷേ കേരളത്തിലാകമാനം സോഷ്യൽ മീഡിയ സംസാരിച്ചപ്പോൾ അദ്ദേഹം മണൽ എന്ന് തന്നെ പറയുന്നുണ്ട്. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മണൽ എന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒന്നുണ്ട്. കാരണം ഈ നമ്മുടെ നദി റിവർ ബെഡ് എന്ന് പറയുന്ന മണലാണ്. ഈ റിവർ ബെഡിലെ മണൽ എന്ന് പറയുന്നത് എത്രയോ അനേകായിരം കാലങ്ങളായിട്ട്, നദി രൂപപ്പെട്ട കാലം മുതൽ തന്നെ പലപ്പോഴായിട്ട് ഒഴുകി വന്ന് ഒഴുകിക്കുന്നതാണ്. നമ്മൾ ഈ മണലിനെ നമ്മൾ ഖനനം ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ എടുക്കാൻ തുടങ്ങിയിട്ട്, നദിയിൽ നിന്ന് വാരി എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 80 വർഷക്കാലത്തിനിടയ്ക്കാണ് ഈ കോൺക്രീറ്റ് വൽകൃത നിർമ്മിതികൾ വന്നതോടുകൂടിയാണ് വൻതോതിൽ മണൽ വാരിയെടുത്ത്. ആ മണൽ വാരിയതോടുകൂടി നദിക്കുണ്ടായിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്കും നദിക്കുണ്ടായിട്ടുള്ള അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടനയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കൊണ്ട് ബോധ്യമായിട്ടാണ് നമ്മൾ മണൽ വാരൽ നിരോധനം കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം മണൽ ഇങ്ങോട്ട് ഓരോ വർഷവും മണൽ ഉൽപ്പാദിപ്പിച്ച് മേളിൽ നിന്ന് ഇങ്ങനെ ആറ്റിലേക്ക് തള്ളിവിടുന്നില്ല. എങ്കിൽ പോലും മണൽ നമ്മൾ വാരിയെടുത്ത് കുഴിയായിട്ടുള്ള അത്രയും ഭാഗം നികലാൻ പോലുമുള്ള മണൽ എത്തിയിട്ടില്ല. മീനച്ചിലാറിൻ്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മീനച്ചിലാറിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ മീനച്ചിലാറിനെ പറയുന്നു. മീനച്ചിലാറിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ഇപ്പോൾ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിച്ചേരുന്ന പമ്പ, മണിമലയാറ്, മീനച്ചിലാർ, ഈ 3 നദികളിലാണ് അടിക്കടിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മീനച്ചിലാറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മീനച്ചിലാറിന്റെ ഏതാണ്ട് അതിന്റെ പ്രധാനപ്പെട്ട നദിയുടെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ട്രൈബ്യൂട്ടറി പറയും, അത് കഴിഞ്ഞ് മെയിൻ ആയിട്ടുള്ള നദി പറയും, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറികളാണ്. അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള നദിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ റോഡ് ഇടിഞ്ഞു പോകുന്ന തരത്തിൽ ആഴത്തിൽ മണൽ വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ചെളി അടിയുക എന്ന് പറയുന്ന അപൂർവം വളവുകളും തിരിവുകളും ഉള്ള സ്ഥലത്ത് ചെളി അടിയുന്നുണ്ട്, മൺതിട്ടകളുണ്ട്. അതിനോടൊപ്പം തന്നെ മണൽ നിക്ഷേപവും ആവശ്യത്തിലധികം ഏത് നിക്ഷേപവും നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്, എടുത്തു മാറ്റേണ്ടതാണ്. അതിന് ശാസ്ത്രീയമായിട്ട് ഓഡിറ്റിംഗ് നടത്തണം, മണൽ ഓഡിറ്റിംഗ് നടത്തണം.
എവിടെയൊക്കെ ഈ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു എന്നത് ശാസ്ത്രീയമായി പഠിക്കണം. അപ്പോൾ അതിനുള്ള അതോറിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കേരള പിന്നെ പരിസ്ഥിതി വകുപ്പുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി വകുപ്പിൽ ഡോക്ടർ ജോൺ സി മാത്യുവിനെ പോലെയൊക്കെയുള്ള പരിസ്ഥിതിയെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള എൻവയോൺമെന്റൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ, അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് ചൂഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല. കായലിലേക്ക് ആഴം കൂട്ടി വെള്ളത്തെ ഇറക്കി വിടുന്നതിനുള്ള പിടിച്ചടക്കപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.